ഹലോ ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ എൻ്റെ നേരെ ട്രെയിനിൽ കയറി ഒരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞ് സർപ്രൈസൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവളെ വിളിച്ചുകൊണ്ട് ട്രെയിനിൽ കയറി. അപ്പോൾ ഒന്നും അറിയാതെ പാവൻ്റെ കൂടെ ട്രെയിനിൽ വന്ന് ഇരിപ്പുണ്ട് എന്തായാലും. അങ്ങനെ എന്തിനാ ഇവൻ എന്നെ വിളിച്ചുകൊണ്ട് പോന്നേ എന്നുള്ള കാര്യം കാണിച്ചുകൊണ്ട് അവൾ ട്രെയിനിൽ കൊഞ്ഞാണം കുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം, ഓക്കെ. അങ്ങനെ ഞങ്ങളുടെ ട്രെയിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ആയിപ്പോയി. പോസ്റ്റായിട്ട് കുറേ നേരം ട്രെയിനകത്ത് തന്നെ ഇരിക്കേണ്ടി വന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ട്രെയിനൊക്കെ എടുത്ത് അങ്ങനെ നേരെ ഞങ്ങൾ നമ്മുടെ ശാസ്താംകോട്ടയിൽ ഇറങ്ങണം. അതിന് വേണ്ടിയിട്ട് കൊല്ലത്ത് നിന്ന് കയറി ആദ്യം പേട്ടനാടെത്തി, പിന്നെ വണ്ടറത്തുരുത്തെത്തി. അങ്ങനെ ഞങ്ങൾ ശാസ്താംകോട്ട എത്തി, അവിടെ ഇറങ്ങി. എന്തായാലും ഒരുപാട് നാളിന് ശേഷമാണ് ഞാൻ ഒരിടത്ത് പോകുന്നതിന് നേരത്തെ ഇങ്ങനെ എണീറ്റ് പോകുന്നത്. പിന്നെ ഒരുപാട് വട്ടം എൻ്റെ അടുത്ത് ചോദിച്ച് എന്തിനാണ് ഇവിടെ ഇറങ്ങിയത്, എന്തിനാണ് ഇവിടെ പോകുന്നതെന്ന്. പക്ഷെ അതൊന്നും ഞാൻ പറഞ്ഞില്ല. വലിയ കാര്യത്തിൽ ഷോയും കാണിച്ചുകൊണ്ട് നടന്നു വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ശാസ്താംകോട്ട ഇറങ്ങി. അവിടെ നിന്ന് ജസ്റ്റ് ഒരു ഓട്ടോ പിടിച്ചു. അങ്ങനെ പോകേണ്ട ലൊക്കേഷനിലോട്ട് ഞാൻ പോയി. അങ്ങനെ പോകുന്ന വഴിക്ക് ഫുള്ള് കട്ടറും കുണ്ടും ഒക്കെ ആയിരുന്നുകൊണ്ട് കുലുങ്ങി അവിടെ എത്തി. അങ്ങനെ ഇനി എന്തോ സർപ്രൈസ് എന്നുള്ളത് ഞാനിപ്പോൾ പറയാം, ഓക്കെ. നമ്മുടെ മാളുവിന് വേണ്ടിയിട്ട് ഞാനൊരു സ്കൂട്ടർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ യമഹ റേസ് സ്റ്റാർ. അവൾ പണ്ട് തൊട്ടേ അതിൻ്റെ വലിയൊരു ബിഗ് ഫാനായിരുന്നു. അങ്ങനെ ഞാൻ അത് തന്നെ നോക്കി നല്ലൊരെണ്ണം കിട്ടി. ഒരു 4 മാസം പഴക്കമുള്ള നല്ലൊരു പുതിയ വണ്ടി കിട്ടി. അങ്ങനെ അത് മേടിച്ചു കൊടുത്തപ്പോൾ അവളുടെ മുഖത്ത് അരിച്ചിരി. അത് മാത്രം മതി എനിക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ പോകാൻ വേണ്ടി തിരിച്ച് ശാസ്താംകോട്ട വഴി നമ്മൾ കൊല്ലത്ത് വന്ന റൂട്ടിലേക്ക് പോയി. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഓരോ കാഴ്ചകളൊക്കെ കണ്ട്. പിന്നെ നോമ്പായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല വെയിലും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ദൂരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഇനി നീ ഓട്ടിക്കും, നിനക്കെടുത്ത വണ്ടിയല്ലേ നീ ഓട്ടിക്കുന്നു. അങ്ങനെ പേടിച്ചും വിറച്ചൊക്കെ അതാ ഓട്ടിക്കുന്നതാണ് ഈ കാണുന്നത്. മുഖത്തെ ആ ഭാവം കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പേടിയുണ്ട്. അങ്ങനെ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ കൈ അഴിക്കുന്നതെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഓടിപ്പിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.